തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ഈ നാളുകളിൽ നമ്മൾ സ്വയം ചോദിക്കാൻ പറ്റിയ, ആത്മശോധനയ്ക്ക് പറ്റിയ ഒരു ചോദ്യം, യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള അനേക സംഭവങ്ങൾ വ്യക്തികളെയൊക്കെ ധ്യാന വിഷയമാക്കുന്ന നാളുകളാണല്ലോ. യേശുവിൻ്റെ ജനനം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇതാണ് ചോദ്യം. എല്ലാ വർഷവും ക്രിസ്മസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ കൊറോണയുടെ ദുരിതത്തിനിടയിൽ ആഘോഷ രീതികളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും യേശുവിൻ്റെ ജനനം, ക്രിസ്മസ് തന്നെ, ഒരു ദൈവമകനും ദൈവമകളും എന്ന രീതിയിൽ അഭിമാനിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ജനനം എന്ത് മാറ്റമാണ് സ്വഭാവത്തിൽ, മനോഭാവത്തിൽ നിന്നിൽ സംഭവിപ്പിക്കുന്നത്? യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം വായിക്കുമ്പോൾ ആട്ടിടയന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാണ്: ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. അതായത് രാത്രികാലങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടെ ആടുകളെ പരിപാലിക്കുന്ന ഇടയന്മാർ, അവരുടെ ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടമാണ്. അപ്പം അതുകൊണ്ട് അവർ വളരെ ജാഗ്രതയോടുകൂടിയാണ് അവരുടെ നിലപാട് ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ജാഗ്രതയോടുകൂടെ ജീവിക്കുന്ന ഇടയന്മാരുടെ മുമ്പിൽ വചനം പറയുന്നത്, അടുത്ത വചനം, കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. പിന്നീട് ദൈവത്തിൻ്റെ ആ സദ്വാർത്ത ദൂതന്മാർ അവരെ അറിയിക്കുകയാണ്. ഈ ദൈവദൂതൻ്റെ സദ്വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു? ഈ ചോദ്യം ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ ഉത്തരം നൽകും. വചനം ഇങ്ങനെയാണ്: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. യേശുവിൻ്റെ ജനനം ഒരു അനുഭവമായി സ്വീകരിച്ചവരാണ് ഈ ഇടയന്മാർ. സദ്വാർത്ത കേട്ടുകഴിഞ്ഞപ്പോൾ അവർ അമാന്തിച്ചില്ല, വൈകിച്ചില്ല. നാളെയാവട്ടെ, മറ്റന്നാളാവട്ടെ, അടുത്ത ആഴ്ചയാവട്ടെ, അടുത്ത മണിക്കൂറാവട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ, ഒന്നുമില്ല. അവർ ഉടൻ തന്നെ അവരൊരു നിലപാടെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ദൈവപ്രേരണ ലഭിക്കുമ്പോൾ അതനുസരിക്കുന്ന ജാഗ്രതയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ജനനം ഒരു അനുഭവമാണ്. വീണ്ടും മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം ജ്ഞാനികളെക്കുറിച്ചാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ജ്ഞാനികൾ പറയുകയാണ്, ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു. പിന്നീട് ഞങ്ങൾ എന്താ ചെയ്തേ? ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി വഴിതെറ്റാതെ ജാഗ്രതയോടുകൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. ഞങ്ങൾ സഞ്ചരിക്കുന്നത് ജാഗ്രതയോടുകൂടിയാണ്. വഴിതെറ്റരുത്. നക്ഷത്രം കണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ജ്ഞാനികൾ നമ്മളോട് പറയുന്നു, ജാഗ്രതയോടുകൂടെ യാത്ര ചെയ്താൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. വീണ്ടും യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വായിക്കുന്ന മറ്റൊരു വചനഭാഗം ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ശിമയോനെ കുറിച്ചാണ്. ശിമയോൻ, വചനം ഇങ്ങനെയാണ്: ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും
ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചു വരുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. വചനം പറയുന്നത് ശിമയോനെ കുറിച്ചാണ്. കാത്തിരിക്കുന്ന, ജാഗ്രതയോടുകൂടെ യേശുവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ശിമയോൻ. വചനം മുമ്പോട്ട് പോകുമ്പോൾ അതാ 30-ാം വചനം നമ്മളോട് പറയുന്നു, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ജാഗ്രതയോടുകൂടെ കാത്തിരുന്ന ശിമയോന്റെ ജീവിതത്തിൽ വർഷങ്ങളേറെ കഴിഞ്ഞു. പക്ഷേ ആ ജാഗ്രത കൈവിടാതിരുന്നത് കൊണ്ട് ഇതാ ശിമയോൻ പ്രഖ്യാപിക്കുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ആ കാഴ്ച കാണാൻ ശിമയോന് കിട്ടിയ ഭാഗ്യം, അതിൻ്റെ പിന്നിൽ ജാഗ്രതയോടുകൂടെ ശിമയോൻ നിന്നു എന്നുള്ളതാണ്. ശിമയോന്റെ കൂടെ തന്നെ നമ്മൾ ധ്യാന വിഷയമാക്കാൻ പറ്റിയ ഒരു വ്യക്തിയെയും കൂടെ 2-ാം അധ്യായം ലൂക്കാസ് വിശേഷം 36-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. പ്രവാചക. വചനം പറയുന്നുണ്ട്, 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. 84 വയസ്സ് ജാഗ്രതയോടുകൂടെ ദാ നമ്മുടെ മുമ്പിലുള്ള അന്ന കാത്തിരിക്കുകയാണ്. വചനം മുമ്പോട്ട് പോകുന്നു. 38-ാം വചനം, അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എത്ര വയസ്സ്? 84 വയസ്സ്. അവൾ ജാഗ്രതയോടുകൂടെ കാത്തിരുന്നു. അവളുടെ കൺവെട്ടത്ത് അവൾക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് നമ്മളോട് പറയുന്ന ഒരു സുന്ദരമായ കാര്യം എന്താണെന്നറിയോ? യേശുവിനെ വ്യക്തിജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ് ശ്രദ്ധ, ജാഗ്രത. നമുക്കറിയാം, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരല്പ സമയം നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ? ഒരല്പസമയത്തെ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, കണ്ണുനീര്. നാളുകളേറെയായിട്ടില്ല, ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള ഒരു കുടുംബം, ഈ ഡൽഹിയിൽ നിന്ന് അവർ ആഗ്ര താജ്മഹൽ സന്ദർശിക്കാൻ പ്രഭാതത്തിൽ പുറപ്പെട്ടു. നാട്ടിൽ നിന്നും വന്ന ഒരു കുടുംബവുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ആടിപ്പാടി അവർ യാത്ര. പ്രിയപ്പെട്ടവരെ, ആ യാത്ര ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. 2 പേർ മരിച്ചു. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഡ്രൈവർ എങ്ങനെയോ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്തു പറ്റി സഹോദര? ഇതെങ്ങനെ? ആരെങ്കിലും ഇടിച്ചിട്ടതാണോ? ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം കണ്ണുനീരോടുകൂടെ പറഞ്ഞു, അച്ഛാ, ഒരു നിമിഷം അച്ഛാ, അശ്രദ്ധ, ഒരു നിമിഷത്തെ അശ്രദ്ധ. 2 പേര് മരിച്ചു. ഒരു നിമിഷത്തെ അശ്രദ്ധ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ധ്യാനിച്ചാൽ നമുക്കറിയാം, ചില കാര്യങ്ങളിലുണ്ടായ ചില ശ്രദ്ധക്കുറവ് നമ്മുടെ ജീവിതത്തിൽ വൻ അപകടങ്ങൾ വരുത്തി വെച്ചിട്ടില്ലേ? വൻ അപകടങ്ങൾ. ചെറിയ കാര്യങ്ങളിലുള്ള അവഗണന വലിയ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന്, എന്നാൽ കുഴപ്പമുണ്ട്. ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമാണ്, ചില കണ്ണുനീർ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുന്നത്. നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ മരണം നമ്മുടെയൊക്കെ മുമ്പിൽ വളരെ വലിയ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റീവ് ഐവിൻ എന്ന് പറയുന്ന ഒരു സുവോളജിസ്റ്റ്. ക്രോക്കഡൈൽ ഹണ്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ടെലിവിഷനിലൊക്കെ വളരെ സാഹസികമായ തരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ പ്രവർത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതായത് മുതലകളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭ്യാസം. മുതലകളുമായിട്ട് സ്റ്റീവ് ഒത്തിരിയേറെ പ്രോഗ്രാമുകളൊക്കെ നമ്മളെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം വല്ലാണ്ട് ലോകജനതയെ അസ്വസ്ഥപ്പെടുത്തി. കാരണം അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അതായത് മുതലകളുമായിട്ട് കടപിടിക്കുന്ന ഇദ്ദേഹം ഒരു
തിരണ്ടിയുടെ വാലിൻ്റെ അടി ഹൃദയത്തിൽ ഏറ്റിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, മുതലകളോട് കടപിടിക്കുന്ന അദ്ദേഹം ഒരു തിരണ്ടിയുടെ ഒരു വാലിൻ്റെ അടി. ഞാൻ നാളുകൾക്ക് മുമ്പ് വായിച്ച മറ്റൊരു വ്യക്തി ഈ നയാഗ്ര വെള്ളത്തിൻ്റെ മുകളിലൂടെ അതിസാഹസികമായിട്ട് നടന്ന് ലോക ജനതയെ അത്ഭുതപ്പെടുത്തിയ ബ്ലോണ്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ബ്ലോണ്ടിൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ലോക ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ വലിയ സാഹസിക പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നറിയോ? വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു കയറ്റുപായയിൽ തട്ടിയാണ് ഇദ്ദേഹം മരിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ നടന്നവൻ വീട്ടുമുറ്റത്തെ ഒരു കയറ്റുപായ തട്ടിയാണ് മൂക്ക് കുത്തി അവിടെ വീണ് മരിക്കുകയാണ്. ബ്ലോണ്ടിൻ. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വായിച്ചു കേട്ടിട്ടുള്ളത് ബാർക്കലിയാണ്. അദ്ദേഹം ഈ വന്യമൃഗങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന വലിയൊരു മനുഷ്യൻ. വന്യമൃഗങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം, സിംഹത്തെയും പുലിയെയും കുറിച്ചൊക്കെ ഗവേഷണം, കാട്ടിലാണ് മിക്കവാറും ജീവിതമൊക്കെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മരണത്തെക്കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്: ഒരു പൂച്ച മാന്തിയിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. സിംഹത്തോടും കടുവയോടും മല്ലിടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചത് ഒരു പൂച്ച മാന്തിയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, ചെറിയ ഒരു നോട്ടപ്പിശക്, ചെറിയ ഒരു അശ്രദ്ധ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവാം. ദാവീദിനെ കുറിച്ചൊക്കെ വചനം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമായിട്ട് മാറാറില്ലേ? അല്ലേ? ഒരു നോട്ടപ്പിശക്, ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു പിന്നീട് അതിൻ്റെ പുറകെ പോകുന്ന ദാവീദിനുണ്ടായ ഒരു അശ്രദ്ധ. വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. അതായത് ചെറിയ കാര്യങ്ങൾ കുഴപ്പമില്ലെന്നേ ഇതിലൊക്കെ എന്ത് കാര്യമിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീണ്ടും മറ്റൊരു വചനം പറയുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വചനം, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ ദിവസവും കണ്ടുവരുന്നൊരു കാര്യം അല്ലേ? അല്പം പുളിപ്പ് മതി, എല്ലാത്തിനെയും പുളിപ്പിക്കും. ചെറുത് മതി, ചെറുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ യേശുവിൻ്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഈ അശ്രദ്ധ ഒഴിവാക്കി അല്പം കൂടെ ജീവിതത്തെ കാര്യഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കണമെന്ന് യേശുവിൻ്റെ ജനനം നിന്നോട് പറയുകയാണ്. നമ്മുടെ മനോഭാവത്തിൽ തന്നെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ യേശുവിൻ്റെ ജനനം നമ്മളെ ക്ഷണിക്കുകയാണ്. അല്പം കൂടെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേക കണ്ണുനീരിനും അസ്വസ്ഥതകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം എവിടുന്നാ? ഇന്നലകളിൽ നമ്മളെടുത്ത തെറ്റായ ചില തീരുമാനങ്ങൾ, തെറ്റായ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ഒരു അശ്രദ്ധ ഇന്ന് നമുക്ക് കണ്ണുനീര് സമ്മാനിച്ചിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, ആത്മീയ ജീവിതത്തിൽ ഇടവേളകൾ ഇല്ല. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പറയും കുറേ നാൾ ആത്മീയത, കുറേ നാൾ ഉഴപ്പൻ ജീവിതം. അങ്ങനെ ഒരു ശൈലി ഉണ്ടോ? ഒരു ദൈവമകനെയും ദൈവമകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പിക്കുക, ആത്മീയ ജീവിതത്തിൽ ഇടവേളകളില്ല. നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, മിടുക്കനാണ്, അവനെ കണ്ട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഒരു ജീവിതശൈലി ഞാൻ പറയട്ടെ. ഒരു മാസത്തിൽ 15 ദിവസം ഞാൻ സ്പിരിച്വലാണ്, പിന്നീടുള്ള 15 ദിവസം ഞാൻ അടിച്ചു പൊളിക്കും. അങ്ങനെയാണ് എല്ലാ മാസവും. 15 ദിവസം ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, വചനം വായിക്കും, എല്ലാം ടിപ്പ് ടോപ്പ്. അത് കഴിഞ്ഞ് വരുന്ന 15 ദിവസം അച്ഛാ ഞാൻ അടിച്ചുപൊളിയാണ്, അടിച്ചുപൊളി, എല്ലാ തരം വൃത്തികേടും ചെയ്ത് ഇങ്ങനെ പോവുക. ഇപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 15 ദിവസത്തെ ആത്മീയ ജീവിതം കൊള്ളാം, പക്ഷെ അതിന് ശേഷം ഉണ്ടാവുന്ന 15 ദിവസത്തെ അവൻ്റെ അടിച്ചുപൊളി ജീവിതം, അതുമൂലമുണ്ടാവുന്ന അസ്വസ്ഥതകൾ ഇന്ന് അവന് പരിഹരിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഓർത്തിരിക്കുക,
ആത്മീയ ജീവിതത്തിൽ ഇടവേളകളില്ല. കുറച്ച് ദിവസം ഞാൻ നന്നാവാം, കുറച്ച് ദിവസം ഞാൻ അടിച്ചു പൊളിക്കാം, കുറച്ച് ദിവസം അങ്ങനെ ഒന്നില്ല. മറിച്ച് ജാഗ്രതയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ യേശു ഒരു അനുഭവമായിട്ട് മാറുകയുള്ളൂ. ഞാൻ ഓർക്കുന്നു, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി അമ്മ മകളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദാ സെക്കൻഡ് ഇയർ ആയി, മൊത്തം പ്രശ്നമാണ്. സംസാരിച്ചു വന്നപ്പോഴെന്താണ്, ഈ പെൺകുട്ടി ആ കോളേജിൽ പഠിക്കാൻ വേണ്ടി ചെന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനൊരു തീരുമാനത്തിലാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്ത് തീരുമാനം? മമ്മി, ഞാൻ 1-ാം വർഷം അടിച്ചു പൊളിക്കും, അത് ആഘോഷത്തിൻ്റെ വർഷമാണ്. ഞാൻ ഈ കോളേജ് ഒന്ന് എക്സ്പീരിയൻസ്, കോളേജ് ലൈഫ് ഒന്ന് അടിച്ചു പൊളിച്ച ഒന്നൊരു എക്സ്പീരിയൻസ് ആണ്. 2-ാം വർഷം ഞാൻ നന്നായിട്ട് പഠിക്കും. 1-ാം വർഷം ഞാൻ അടിച്ചു പൊളിക്കും, 2-ാം വർഷം ഞാൻ നന്നായിട്ട് പഠിക്കും. അപ്പോൾ പേരൻസ് ഒക്കെ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, നീ മാർക്ക് നന്നായിട്ട് കിട്ടണം, അവസാനം നീ ആ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവണം, നിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കും, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർ സമ്മതിച്ചു. ഈ പെൺകുട്ടി 1-ാം വർഷം തകർത്ത് വാരി ആഘോഷമാക്കി. പക്ഷെ 2-ാം വർഷം എത്തിയപ്പോഴത്തേക്ക് ഈ 1-ാം വർഷത്തിൻ്റെ അസ്വസ്ഥതകൾ 2-ാം വർഷം ഈ പെൺകുട്ടി വിട്ടുമാറുന്നില്ല. പഠിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല. 1-ാം വർഷം ഉണ്ടാക്കിയിട്ടുള്ള നൂലാമാലകൾ ഒന്ന് തീർക്കാൻ തന്നെ 2-ാം വർഷം ഇവൾ പണിപ്പെടുകയാണ്. അങ്ങനെയാണ് ധ്യാനകേന്ദ്രത്തിലെത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അതായത് ആത്മീയ ജീവിതത്തിൽ ഇടവേളകളില്ല. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ കുടുംബത്തിലെ കാണുന്നത്, അതായത് കോഴി മുട്ടയ്ക്ക് അടയിരിക്കും അല്ലേ? 21 ദിവസം 22 ദിവസമൊക്കെ അതാ തള്ളക്കോഴി അതാ മുട്ടയുടെ മുകളിൽ അടയിരിക്കുകയാണ്. ഈ കോഴി വിചാരിക്കുകയാണ്, ഒരു 10 ദിവസമൊക്കെ ഇരുന്നല്ലോ, ഇനി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം അല്ലേ? റിലാക്സേഷൻ. അപ്പോൾ ഈ റിലാക്സേഷന് വേണ്ടിയിട്ട് പിന്നീട് കുറച്ച് ദിവസമൊക്കെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുന്നു. എന്തായി സംഭവിക്കും? ഈ മുട്ടകളെല്ലാം ചീമുട്ടകളായി പോകും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അലസമായിട്ടുള്ള ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലുള്ള അഭിഷേകത്തെ ചോർത്തിക്കളയും. അലസമായ ജീവിതശൈലി. നമ്മുടെ മുമ്പിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം നൽകുന്ന ഒരു സുന്ദരമായ വചനം 10-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനമാണ്. വചനം പറയുന്നു, അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വീണ്ടും നമ്മുടെ മുമ്പിൽ പറയുന്ന സുഭാഷിതം തന്നെ അതിന് 13-ാം അധ്യായം 4-ാം വചനം, എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. അലസന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ആഗ്രഹം മാത്രം മതിയോ? പോരാ, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കൂടെ മനസ്സുണ്ടെങ്കിലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ചിലരുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, അച്ഛാ എനിക്ക് പഠിച്ച് അങ്ങനെയാകണം, ഇങ്ങനെയാണ് ഒക്കെ കൊള്ളാം. നീ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? സ്വപ്നം കണ്ട് നടക്കാതെ സ്വപ്നത്തിനനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അലസത നമ്മുടെ ജീവിതത്തിലുള്ള സകല അഭിഷേകവും ചോർത്തിക്കളയും. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ സക്കേവൂസ് അല്ലേ? അദ്ദേഹത്തിന് പൊക്കം കുറവാണ്, മരമുണ്ട്, സിക്കമോർ മരം. ആ മരത്തിൽ കയറാതെ അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത്? അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. അലസത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ വൻ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കും. നമ്മുടെ മുമ്പിൽ ഒരു വചനം പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകമാണ്. 33-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം, അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുക, അലസത തിന്മകൾ വളർത്തുന്നു. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വേല ചെയ്യിപ്പിക്കാനാ പറയണത്, അധ്വാനിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തിന്മ വളർന്നുകൊണ്ടിരിക്കും. ആത്മീയ ജീവിതത്തിൽ ഇടവേളകളില്ല. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് വായിച്ചു ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിതാവ്. 2021 ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഔസേപ്പിതാവിനുണ്ടായിരുന്ന നന്മകളൊക്കെ സുഹൃതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഔസേപ്പിതാവ് ഈ വിഷയത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം,
അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അത് ഔസേപ്പിതാവിന് ഒരു ദൈവിക ദർശനമാണ്. ഔസേപ്പിതാവ് എന്ത് ചെയ്തു? രാത്രിയിലാണ് ഈ കാര്യം, ഉറക്കത്തിലാണ് ഈ കാര്യം. എന്ത് ചെയ്തു? നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഈ രാത്രിയിൽ ഇപ്പം എന്ത് ചെയ്യാനാ? നല്ല ഉറക്കമല്ലേ, നല്ല സുഖമല്ലേ, ഇപ്പം അങ്ങോട്ട് കിടന്നുറങ്ങാം. നേരം വെളുത്തിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അങ്ങനെയാണോ? അങ്ങനെയല്ല. വചനത്തിൽ എഴുതി വരിക്കുന്നത് എന്താ? 14-ാം വചനം, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. എപ്പോൾ? ആ രാത്രി തന്നെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ നാളത്തേക്കല്ല, മറിച്ച് ഒരു തീരുമാനം ഇന്ന്, ഇപ്പോൾ, ഈ സമയം തന്നെ. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില ആത്മീയമായ പ്രചോദനങ്ങൾ നൽകുന്നില്ലേ? വചനം വായിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ, ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ. ഈ കിട്ടുന്ന ആത്മീയ പ്രചോദനങ്ങൾ അത് നമ്മൾ സ്വീകരിച്ച് പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം. ഔസേപ്പിതാവ് ആ രാത്രി തന്നെ പ്രഭാതമാകും വരെ, പുലരും വരെ കാത്തിരുന്നില്ല, മറിച്ച് ആ രാത്രി തന്നെ. നമ്മുടെ മുമ്പിൽ അല്പം കൂടെ ജാഗ്രത നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ വേണമെന്ന് ഈ വചനം പറയുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ജാഗ്രത അനിവാര്യമല്ലേ? യേശുവിൻ്റെ ജനനം നമ്മുടെ സ്വഭാവത്തിൽ എന്തു മാറ്റമാണ് വരുത്തുന്നത് എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താം. അല്പം കൂടെ ജാഗ്രത, ശ്രദ്ധ നമ്മുടെ സ്വഭാവ രീതികളിൽ നമുക്ക് വരുത്താം. പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിൽ, കുടുംബത്തിൽ ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സംസാരം മിക്കവാറും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ എവിടുന്നാ? ഒരു ചെറിയ വാക്ക്. കഴിഞ്ഞ നാളിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി 36 വർഷം കഴിഞ്ഞു അവരുടെ വിവാഹ ജീവിതം. 36 വർഷം. ഇപ്പോൾ അവർക്ക് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചൊരു കാര്യം, ഇനി ഒരിക്കലും ഈ കാര്യം നമ്മൾ സംസാരിക്കുകയില്ല എന്ന് ഭർത്താവ് അന്ന് ഉറപ്പ് നൽകി. വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്കുണ്ടായ ഒരു തെറ്റ്. അന്ന് ഭർത്താവ് ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടി, ഇനി മുതൽ നമ്മുടെ ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. പഴയതെല്ലാം പോട്ടെ. അച്ഛാ, ഇത്രയും വർഷങ്ങൾ, 30-ലധികം വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ കഴിഞ്ഞ നാളിൽ ഒരു ചെറിയ കാര്യത്തോട് ബന്ധപ്പെട്ട് സംസാരത്തിൽ ആ പഴയ കാര്യം എടുത്തങ്ങു പറഞ്ഞു. ഒരു ചെറിയ കാര്യം വീണ്ടും നാവിലൂടെ സംഭവിച്ചു. ഈ ഭാര്യ പറയാ, അച്ഛാ, എനിക്ക് നിയന്ത്രണം കിട്ടിയില്ല. ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റിപ്പോയ അച്ഛാ, വായിന്ന് വീണുപോയി. പറയണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല, എങ്ങനെയോ വീണുപോയി. ഒരു ചെറിയ വാക്ക് ആ കുടുംബത്തിൽ തന്നെ അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതില്ലേ? നമ്മുടെയൊക്കെ സംസാരത്തിൽ, നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല. ഒരല്പം കൂടെ നമ്മുടെയൊക്കെ സംസാരങ്ങളും നമ്മുടെയൊക്കെ നോട്ടങ്ങളും നമ്മുടെയൊക്കെ പ്രവൃത്തികളും ശ്രദ്ധിക്കേണ്ടതില്ലേ? യേശുവിൻ്റെ ജനനം നമ്മുടെ സ്വഭാവത്തിൽ അല്പം കൂടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ലേ? നമ്മുടെ സ്വഭാവ ശൈലികളെ അല്പം കൂടെ വിശുദ്ധീകരിക്കേണ്ടതില്ലേ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു കടന്നു വന്ന ഈ കഥാപാത്രങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നു, അല്പം കൂടെ ശ്രദ്ധ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണം. ഇടയന്മാർ രാത്രികാലങ്ങളിൽ ആടുകളെ കാത്തിരിക്കുന്ന, ശ്രദ്ധയോടെ കാത്തിരിക്കുന്നവർ നമ്മളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കണം. ജ്ഞാനികൾ നക്ഷത്രം കണ്ട് വന്നവരാണ്. നക്ഷത്രത്തിൻ്റെ ശ്രദ്ധ തെറ്റിയില്ല. അവർ നമ്മളോട് പറയുന്നു, അല്പം കൂടെ ശ്രദ്ധ കൊടുക്കണ്ടേ? യേശുവിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് 84 വയസ്സ് വരെയൊക്കെ അല്ലേ
ശിമയോനും അന്നായും നമ്മളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഈ ജാഗ്രത അനിവാര്യമാണ്. ശ്രദ്ധ തെറ്റാതെ നിന്റെ ജീവിതത്തിൽ ഇത് ആത്മീയ ജീവിതത്തിൽ നമ്മളെ നയിക്കും, അനുഗ്രഹത്തിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ നമുക്ക് വിശുദ്ധീകരിക്കാം. ഓർക്കണം, ആത്മീയ ജീവിതത്തിൽ ഇടവേളകളില്ല. ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധയിൽ നമ്മൾ എന്നും ആയിരിക്കാം. യേശു നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായിട്ട് മാറ്റിമറിക്കും. ദൈവസമർത്ഥമായിട്ട് ഈ ജാഗ്രതയോടുകൂടെ ജീവിക്കാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. ആമേൻ.